നമസ്കാരം. ഡൽഹി സർക്കാരുമായി ബന്ധപ്പെട്ട മദ്യനയ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ചൊവ്വാഴ്ച വരെ ജയിലിൽ തുടരേണ്ടി വരും. കെജ്രിവാളിന് ജാമ്യം നൽകിയ വിചാരണ കോടതി വിധിക്കെതിരെ ഇഡി നൽകിയ അപ്പീലിൽ വാദം കേട്ട ഹൈക്കോടതി വിധി പറയാനായി മാറ്റിവെച്ചു. വിചാരണ കോടതി വിധി ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു. അന്തിമ വിധി വരും വരേക്കും സ്റ്റേ തുടരുമെന്ന് കോടതി വ്യക്തമാക്കി. വാദി പ്രതിഭാഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദമാണ് ഹൈക്കോടതിയിൽ നടന്നത്. വാദങ്ങൾ മുഴുവനായി അവതരിപ്പിക്കാൻ സമയം നൽകാതെയാണ് വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം നൽകിയത് എന്ന് ഇഡി ഹൈക്കോടതിയിൽ വാദിച്ചു. എന്നാൽ നിയമത്തെ മറികടക്കാനുള്ള ശ്രമമാണ് ഇഡിയുടേത് എന്നായിരുന്നു കെജ്രിവാളിന്റെ അഭിഭാഷകന്റെ മറുവാദം. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിചാരണ കോടതിയുടെ ഉത്തരവ് എന്നും പ്രധാനപ്പെട്ട വസ്തുതകൾ പരിഗണിക്കാതിരിക്കുമ്പോഴോ അപ്രസക്തമായ വസ്തുതകൾ പരിഗണിച്ച് തീരുമാനമെടുത്താലോ ജാമ്യം റദ്ദാക്കാമെന്നും ഇഡി കോടതിയിൽ വാദിച്ചു. ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ വിചാരണ കോടതിയിൽ ഉന്നയിച്ചുവെങ്കിലും പരിഗണിച്ചില്ല എന്ന് ഇഡി വ്യക്തമാക്കി. മദ്യനയ കേസിലെ 45 കോടി കണ്ടെത്തിയെന്നും അത് ആം ആദ്മി പാർട്ടി ഗോവ തിരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചുവെന്നും വിചാരണ കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ അത് വിചാരണ കോടതി കണക്കിലെടുത്തില്ല എന്ന് ഇഡി ഹൈക്കോടതിയിൽ വാദിച്ചു. ഇഡി നിശബ്ദമല്ല എന്നും വിചാരണ കോടതിയുടെ ഉത്തരവിനാണ് ശബ്ദമില്ലാത്തത് എന്നും ഇഡി ഹൈക്കോടതിയിൽ വാദിച്ചു. ഭരണഘടനാ പദവിയിലിരിക്കുന്നുവെന്നത് ജാമ്യത്തിന് കാരണമല്ല. വിചാരണ കോടതി ജഡ്ജി കേസ് ഫയൽ വായിച്ചില്ല. വ്യക്തിപരമായും AAP കൺവീനർ എന്ന രീതിയിലും കെജ്രിവാൾ കുറ്റക്കാരനാണ് എന്നും ഇഡി വാദിച്ചു. CBI കേസിൽ പ്രതി ചേർത്തിട്ടില്ല എന്ന ജഡ്ജിയുടെ വിമർശനം നിലനിൽക്കുന്നതല്ല എന്നും അതിന്റെ ആവശ്യമില്ല എന്നും സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നും ഇഡി വാദിച്ചു. അതേസമയം ഇഡി വിചാരണ കോടതി ജഡ്ജിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് ഇഡിയുടെ ഹർജിയെ എതിർത്തുകൊണ്ട് കെജ്രിവാളിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭിഷേക് സിംഗ് വാദിച്ചു. ഇത് അപലപനീയമാണ്. ഹൈക്കോടതി ഇടപെടണമെന്നും അഭിഷേക് സിംഗ് ആവശ്യപ്പെട്ടു. ഇഡി പക്ഷപാതപരമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകൻ വാദിച്ചു. നിയമം മറികടക്കാനുള്ള ശ്രമമാണ് ഇഡിയുടേത് എന്നും ഇഡിയുടെ കേസിലും CBIയുടെ കേസിലും കെജ്രിവാൾ പ്രതിയല്ല എന്നും സിംഗ് വാദിച്ചു. വിചാരണ കോടതിയുടെ വിധിയിൽ ഒരു അക്ഷരത്തെറ്റ് സംഭവിച്ചുവെന്നും അത് ഇഡി മുതലെടുക്കുകയാണ് എന്നും അഭിഭാഷകൻ വാദിച്ചു. കെജ്രിവാളിനെതിരെ മൊഴി നൽകിയതിന് പിന്നാലെ പ്രതികളിൽ ഒരാളായ ബുച്ചി ബാബുവിന് ജാമ്യം കിട്ടി. കെജ്രിവാളിന് അനുകൂലമായി മൊഴി നൽകിയ മകുന്ദ റെഡ്ഡിയെയും മകനെയും അറസ്റ്റ് ചെയ്തു. മകുന്ദ കെജ്രിവാളിനെതിരായ ഉടനെ മകന് ജാമ്യം കിട്ടി. ഇഡി ജാമ്യത്തെ എതിർത്തില്ല. ഇങ്ങനെയാണ് ഇഡി പ്രവർത്തിക്കുന്നത് എന്നും പക്ഷപാതപരമാണ് എന്ന് വ്യക്തമാണ് എന്നും കെജ്രിവാളിലേക്ക് എത്തുന്ന ഒറ്റ പൈസ പോലും ഇഡി കണ്ടെത്തിയിട്ടില്ല എന്നും സിംഗ്വി വാദിച്ചു. വാദം പൂർത്തിയായതിനു ശേഷം ജാമ്യത്തെ എതിർത്തുകൊണ്ടുള്ള ഹർജിയിൽ വിധി പറയും. അറസ്റ്റിലായി നാളെ 3 മാസം തികയാനിരിക്കെയാണ് ഇന്നലെ വിചാരണ കോടതി കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചത്. ജാമ്യാപേക്ഷയിൽ കെജ്രിവാളിന്റെ വാദങ്ങൾ ശരിവെക്കുന്നതാണ് വിചാരണ കോടതിയുടെ നിലപാട്. റൌസ് അവന്യൂ കോടതി ജഡ്ജി ന്യായ് ബിന്ദുവാണ് ജാമ്യം അനുവദിച്ചത്. ജാമ്യം നൽകിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ഇഡിയുടെ ആവശ്യം കോടതി നേരത്തെ തന്നെ തള്ളിയിരുന്നു. തുടർന്നാണ് ജാമ്യം നൽകിയ വിചാരണ കോടതിയുടെ ഉത്തരവിനെതിരെ ഇഡി ഹൈക്കോടതിയെ സമീപിച്ചത്.